ഹലോ ഹായ്, ഇന്ന് നമ്മുടെ ബ്രൈഡ് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മീൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ശ്രീലക്ഷ്മിയുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഐബ്രോസ് അടിപൊളിയായിരിക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാണ്. ഞാൻ അധികം ബ്രൗൺ ഷെയ്ഡ്സാണ് ഐബ്രോസിന് കൊടുക്കാറ്. നമ്മൾ കളർ സെൻസിൻ്റെതും യൂസ് ചെയ്യുന്നുണ്ട്, സാധാ ഒരു ഐബ്രോ പെൻസിലും ഇതിൽ യൂസ് ആക്കുന്നുണ്ട്. ഐബ്രോസ് ഓൾമോസ്റ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഐബ്രോസ് നമ്മൾ ബോർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണം. ദെൻ ഞാൻ കൺസീലിംഗ് ആണ് ചെയ്യുന്നത്. ഐബ്രോസിനും ഐ ഷാഡോസ് ഇടുന്ന ഏരിയാസും കൂടെ കൺസീൽ ചെയ്യുകയാണ് ഇപ്പം. അപ്പം ഈ ഒരു കൺസീലിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഐബ്രോസിന് നല്ലൊരു ഷേപ്പ് കിട്ടും. പക്ക പെർഫെക്റ്റ് ഐബ്രോസ് പോലെ ഉണ്ടാവും ലുക്ക് ലൈക്ക് നോക്കുകയാണെങ്കിൽ. ദെൻ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു മെഡിക്കൽ ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഐ ഷാഡോ ഇട്ട ഏരിയാസിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. എന്നിട്ട് ഞാൻ ഗ്രീസ് ലൈൻ ഡിഫൈൻ ചെയ്യാണ്. ഗ്രീസ് ലൈൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഐബ്രോസ് കുറച്ച് പൊക്കി പിടിച്ചിട്ട്, അതായത് ഞാനിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഐബ്രോസിൻ്റെ ഈ ഒരു യു ഷേപ്പ് ഏരിയ ജസ്റ്റ് ഒന്ന് ഹംപ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗ്രീസ് ലൈൻ കറക്റ്റ് പക്ക കാണാൻ പറ്റും, കണ്ണിൻ്റെ കറക്റ്റ് ഷേപ്പ് കാണാൻ പറ്റും. അത് നമ്മൾ ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ വെച്ചിട്ട് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ഗ്രീസ് ലൈൻ പെർഫെക്റ്റ് ആക്കുക. ഗ്രീസ് ലൈൻ വരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാരിയുടെ എക്സാക്റ്റ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോസ് ഫില്ല് ചെയ്യുകയാണ്. ഐ ഷാഡോസ് ഫില്ല് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഒരു ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഐ ഷാഡോസ് ഇടുന്ന ഏരിയയിൽ കുറച്ച് ഗിൽറ്ററിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ സെയിം കൺസീലർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു ഐ ഷേപ്പ് വരച്ചതിന് ശേഷം ഗിൽറ്ററിങ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഞാൻ ഒരു ബ്രഷസ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ എക്സാക്റ്റ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ യൂറോ പാരീസിൻ്റെ ഐ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഐസ് യൂസ് ചെയ്യുന്നത്, ഐക്ക് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഐബ്രോ ഐ പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ജസ്റ്റ് ഒരു ഐബ്രോ ഗിൽറ്ററും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെൻസിലിട്ട ഏരിയ അതൊന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ മസ്കാര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. മസ്കാരാസ് എപ്പോഴും ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ഐലാഷസ് ഇടുന്നത്. അപ്പോഴാണ് കറക്റ്റ് ഐക്ക് പക്ക ഒരു പെർഫെക്റ്റ് ലുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ലാഷസ് ഒക്കെ ഓൾറെഡി ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. ദെൻ ഇപ്പം ഫേസ് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം, അതായത് ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ലീൻ ഗിൽറ്റേഴ്സൊക്കെ ഫേസിലുണ്ടായത് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം പ്രൈമർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ കൺസീലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രൈഡിന് ഓൾമോസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിഗ്മെൻറ്റേഷൻസ്, ബ്ലാക്ക് സ്പോട്ട്സ് കാര്യങ്ങളുള്ള ഫേസ് ആയിരുന്നു. അതിന് ഞാൻ കുറച്ചുകൂടി കൂടുതൽ ഓറഞ്ച് കറക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് കറക്റ്റർ വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അണ്ടർ ഏരിയയും അതേപോലെ കവിളിൻ്റെ ഏരിയയിലൊക്കെ ആയിരുന്നു പിഗ്മെൻറ്റേഷൻസ് കൂടുതലുള്ളത്, ആ ഏരിയാസൊക്കെ നന്നായിട്ട്. പിന്നെ ഞാൻ എലികളുടെ കൺസീലേഴ്സ് വെച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫേസ് മൊത്തം ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ കോണ്ടൂറിങ് കഴിഞ്ഞു. അതേപോലെ നമ്മുടെ ലിപ്പ് ഫില്ല് ചെയ്യാണ് ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ലിപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഞാനൊരു ന്യൂഡ് ഷെയ്ഡാണ് ലിപ്പിന് യൂസ് ചെയ്തത്, ഓവർ ബ്രൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ബ്രൈഡ് ഫേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയത്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിങ് കുറച്ചുകൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ ബ്രൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഫുള്ളായി. ദിസ് ഈസ് അവർ ബ്രൈഡ്, എസ് എ ക്യൂട്ട് ബ്രൈഡ് ശ്രീലക്ഷ്മി. പാലക്കാടായിരുന്നു ഡിസ്ട്രിക്റ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലുക്കിൽ ഞാൻ ബ്രൈഡിനെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.